السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. എനിക്ക് ലോകത്തിലെ പത്രപ്രതിനിധികളോടും അമുസ്ലിങ്ങളോടും കൂടെ ഇരിക്കാനുള്ള സമയം ലഭിക്കുമ്പോൾ, അവരുമായി സംസാരിക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ ഏതെങ്കിലും ഒക്കെ വിധത്തിൽ നേരിട്ടോ അതല്ലെങ്കിൽ മറ്റു വഴികളിലൂടെയോ അവർ ഈ ചോദ്യം ചോദിക്കുന്നു. ഇസ്ലാമിനെ കുറിച്ച് ലോകത്ത് ഭയം നിലനിൽക്കുന്നു, അതിനുള്ള കാരണം എന്താണ്? ഇത് എങ്ങനെയാണ് ദൂരീകരിക്കാൻ സാധിക്കുക? ചിലർ തുറന്ന നിലയിലും ചിലർ വാക്കുകൾ മറച്ചു വെച്ചുകൊണ്ടും ഇത് പറയുന്നു, അല്ലെങ്കിൽ ഇപ്രകാരം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ്. അങ്ങനെ ഇപ്രാവശ്യവും ജർമ്മനിയിൽ ഒരു ജേർണലിസ്റ്റ് ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. ജർമ്മനിയിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മോടൊരു സഹാനുഭൂതി എന്ന നിലയിൽ ഇപ്രകാരവും പറഞ്ഞു, ഇത് കാരണം ഇവിടുത്തെ പ്രാദേശിക ആളുകൾ, അമുസ്ലിങ്ങൾ, അവരും മുസ്ലിങ്ങളുടെ മേൽ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചോദ്യം ഇതാണ്, ഇതിന് താങ്കളുടെ പ്രതിപ്രവർത്തനം എന്താണ്? താങ്കൾ എന്ത് പ്രതിപ്രവർത്തനമാണ് കാണിക്കുക? ഇത് ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകതയല്ല, ഇതിനു മുമ്പും പല പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം തന്നെയാണ് നമ്മുടെ തബ്ലീഗിനുള്ള മാർഗങ്ങൾ തുറക്കുന്നതും. ഈ ഭയം വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ ചില മുസ്ലിങ്ങളാണെന്ന് പറയപ്പെടുന്ന സംഘങ്ങളുടെയും അല്ലെങ്കിൽ ചില ആളുകളുടെയും ഇസ്ലാമിന്റെ പേരിലുള്ള തെറ്റായുള്ള പ്രവർത്തനങ്ങളാണ്, തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുന്നത് കൊണ്ടാണ്. ഇതിനെതിരിൽ അമുസ്ലിങ്ങളുടെ പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ, അതും ശരിയാണ്. അവരിൽ മുസ്ലിങ്ങളെ കുറിച്ച് ഭയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രതിപ്രവർത്തനം ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള പ്രതിപ്രവർത്തനമായിരിക്കുകയില്ല. ഞാൻ എപ്പോഴും അവരോട് ഇത് തന്നെയാണ് പറയാറുള്ളത്. ഉലമ അല്ലെങ്കിൽ നാമധാരികളായ പണ്ഡിതന്മാരുടെ തെറ്റായ ശിക്ഷണം കാരണം ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളും അത്തരത്തിലുള്ള സംഘങ്ങളും ഉയർന്നു വരുന്നത്.
ഇത് തികച്ചും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അനുസരിച്ചുകൊണ്ടാണ്. हजरत सल्लल्लाहु अलैहि वसल्लम की पेशगोई ആ ഒരു സമയത്ത് മസീഹെ മൗദും മഹ്ദിയെ മൗദും വരും എന്ന പ്രവചനമുണ്ട്. അദ്ദേഹം और मेहदी मौत के आने ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനം जिन्होंने ലോകത്ത് പ്രചരിപ്പിക്കേണ്ട ആളാണ്. तालीम ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അഹമ്മദിയ ജമാഅത്തിന്റെ സ്ഥാപകർ हमारे ईमान के ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹാത്മാവാണ്. ആരെക്കുറിച്ചാണോ പ്രവചനം ചെയ്തിട്ടുള്ളത്, ഞങ്ങളുടെ പ്രതിപ്രവർത്തനം पेशगोई की गई थी. बस हमारा रद्द-ए-अमल അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ചാണ്. तो ഏതൊന്നാണോ ഞങ്ങൾക്ക് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിരിക്കുന്നത്, जो हमें हज़रत मसीह मौऊद अलैहि ഇസ്ലാമിന്റെ സമാധാനവും സുരക്ഷിതത്വവും നൽകുന്ന അധ്യാപനങ്ങളെ ലോകത്ത് പ്രചരിപ്പിക്കുക. सलामती की तालीम को അങ്ങനെ ഈ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. हम काम कर रहे हैं. അതേ തീവ്രവാദ സംഘങ്ങളുടെ പ്രവർത്തനം शिद्दत पसंद ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ, अमल അമുസ്ലിം രാജ്യങ്ങളിൽ इन मगरबी ममालिक में भी തീവ്രവാദ ആക്രമണങ്ങൾ കാരണം ममालिक में भी ഇവിടെയുള്ള ആശങ്കകൾ, ഉണ്ടായിട്ടുള്ള ആശങ്കകൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ, അത് ദൂരീകരിക്കുന്നതിനു വേണ്ടി नाम की तालीम के मुतालिक നമ്മൾ വളരെയധികം പരിശ്രമിക്കേണ്ടതായിട്ട് വരും. हमें അതിനും ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. करनी पड़ेगी. ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളോട് പറയുകയുണ്ടായി, हज़रत मसीह मौऊद എല്ലാവിധത്തിലുള്ള തീവ്രവാദവും ഭീകരവാദവും അക്രമവും शिद्दत पसंद ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. और जुल्म इस्लाम ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ലോകം ഉണ്ടായ കാലം മുതൽ ने हमें बताया എല്ലാ രാജ്യങ്ങളിലെയും സത്യാത്മാക്കൾ ഈ ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ സ്വഭാവം അനുധാവനം ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ നിലനിൽപ്പിന് ജീവജലം ആണ്. होना അള്ളാഹുവിന്റെ സ്വഭാവം, അള്ളാഹുവിന്റെ സിഫത്തുകൾ അത് സ്വായത്തമാക്കുക. അപ്പോഴായിരിക്കും अल्लाह ताला के जो अखलाक हैं अल्लाह ताला മനുഷ്യ ജീവിതത്തിന് നിലനിൽപ്പ് ഉണ്ടാവുക. तभी പറഞ്ഞു, जिंदगी की बका है. മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ ജീവിതം ഈ കാര്യവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവർ അള്ളാഹുവിന്റെ എല്ലാ പരിശുദ്ധമായ സ്വഭാവത്തെയും അനുധാവനം ചെയ്യുക. അവൻ സമാധാനത്തിന്റെ पैरवी कर നീരുറവയാണ്, ഉറവിടമാണ്. അള്ളാഹു സമാധാനത്തിന്റെ ഉറവിടമാണ്. अल्लाह ताला അവൻ ഒരു മുസ്ലിമിൽ നിന്ന് ഇതാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പന. वो एक അവന്റെ സിഫത്തുകളെ സ്വായത്തമാക്കുക, അവന്റെ സ്വഭാവത്തെ സ്വായത്തമാക്കുക. सिफात को अपनाया जाए, അവിടുന്ന് പറയുകയാണ്, को अपनाया जाए. അള്ളാഹു आप फरमाते हैं വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ഈ ആയത്ത് കൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. അത് സൂറത്തുൽ ഫാത്തിഹയിലുള്ളതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതായത് എല്ലാവിധത്തിലുള്ള പരിപൂർണവും പരിശുദ്ധവുമായിട്ടുള്ള ഗുണങ്ങൾ അള്ളാഹുവിന് മാത്രമായിട്ടുള്ളതാണ്. അവൻ എല്ലാ ആലമുകളുടെയും റബ്ബാണ്. खास है जो तमाम ആലം आलमों का रब है. എന്ന വാക്കിൽ പറയുകയുണ്ടായി, ആലം എന്ന വാക്കിൽ എല്ലാ വിവിധ സമുദായങ്ങളും വിവിധ കാലവും വിവിധ രാജ്യവും ഉൾക്കൊള്ളുന്നതാണ്. कौमें വീണ്ടും പറയുന്നു, जमाने അതുകൊണ്ട് ഈ കാര്യം दाखिल हैं. ഒരു തർക്കവുമില്ലാതെ അംഗീകരിക്കാൻ सो ये बात നിർബന്ധമാണ്. किसी बहस के कबूल करने के लायक है. ആ സത്യവാനായ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് എല്ലാവരും നിർബന്ധമാണ്. അവൻ റബ്ബുൽ ആലമീനാണ്. അവന്റെ ആ പരിപാലനം എന്ന് പറയുന്നത് ഏതെങ്കിലും സമൂഹത്തിന് മാത്രം പരിമിതപ്പെട്ടതല്ല, रबूबियत ഏതെങ്കിലും പ്രത്യേക കാലഘട്ടത്തിലേക്ക് പരിമിതപ്പെട്ടതുമല്ല, ഏതെങ്കിലും പ്രത്യേക രാജ്യത്തേക്ക് പരിമിതപ്പെട്ടതുമല്ല. മറിച്ച് അവൻ എല്ലാ സമൂഹങ്ങളുടെയും റബ്ബാണ്, എല്ലാ കാലങ്ങളുടെയും റബ്ബാണ്, എല്ലാ ഭവനങ്ങളുടെയും റബ്ബാണ്, എല്ലാ രാജ്യങ്ങളുടെയും അവൻ തന്നെയാണ് റബ്ബ്. और तमाम मकानों का എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും ഉറവിടം അവൻ തന്നെയാണ്. रब है. എല്ലാവിധത്തിലുള്ള ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ശക്തി അവനിൽ നിന്നാണ് ലഭിക്കുന്നത്. और हर एक जिस्मानी और रूहानी ताकत അവനിൽ നിന്നാണ് എല്ലാ അസ്തിത്വങ്ങളും പരിപാലിക്കപ്പെടുന്നത്. എല്ലാ അസ്തിത്വങ്ങൾക്കും താങ്ങും തണലും അവൻ തന്നെയാണ്. ഇതാണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ, സിഫത്തായ റബ്ബുൽ ആലമീൻ എന്നതിന്റെ വിശദീകരണം. का रब्बुल അവിടുന്ന് പറയുന്നു, की
നമ്മുടെ അള്ളാഹുവിന്റെ സിഫത്ത് ഇതായിരിക്കെ आप फरमाते हैं कि बस जब നാം ഈ സ്വഭാവത്തെ അനുധാവനം ചെയ്യേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം അനുപേക്ഷണീയമാണ്. इन्हीं अखलाक ഈ ഒരു സ്വഭാവമാണ്, ഈ ഒരു സിഫത്താണ് ഒരു യഥാർത്ഥ മുസ്ലിം അനുധാവനം ചെയ്യേണ്ടത്. ഇതാണ് ജ്ഞാനത്തിന്റെയും മാരിഫത്തിന്റെയും വിശുദ്ധ ഖുർആൻ നൽകിയ അധ്യാപനം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഒറ്റമൂലിയാണ് ലോകത്ത് സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് അനിവാര്യമായിട്ടുള്ളത്, വ്യാപിപ്പിക്കുന്നതിന് അനിവാര്യമായിട്ടുള്ളത്. ഈ ഒരു കാര്യമാണ് ലോകത്ത് രഞ്ജിപ്പിന് यही वो बात അടിത്തറ കുറിക്കുന്നത്. जो दुनिया ഈ ഒരു സന്ദേശമാണ് की बुनियाद डाल सकती है. അഹമ്മദിയ ജമാഅത്തിലെ അംഗങ്ങൾ ലോകത്തിലെ ഓരോ കോണുകളിലും എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. दुनिया के हर कोने में पहुंचाने की कोशिश करते हैं. അഥവാ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ अगर ചെയ്തികൾ ഇസ്ലാമിന്റെ പേരിൽ फेल ലോകത്ത് ഫിത്നയും ഫസാദും इस्लाम के नाम पर ഉണ്ടാക്കുന്നതാകുന്നുണ്ട് എങ്കിൽ അത് ഈ അധ്യാപനങ്ങൾ കാരണത്താലല്ല. पैदा करने की कोशिश करने वाली हैं. ഏതൊന്നാണോ അള്ളാഹു മുസ്ലിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, മറിച്ച് जो अल्लाह ताला ने ഈ അധ്യാപനത്തിൽ നിന്ന് ദൂരപ്പെട്ടതിന്റെ ഫലമാണ്. ഈ കാലഘട്ടത്തിൽ इस तालीम से दूर होने की वजह से അള്ളാഹുവിനാൽ നിയോഗിതനായ സത്യാത്മാവ് आने में ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനെ വിശ്വസിക്കാത്ത കാരണത്താലാണ് के गुलाम सादिक को നാം ഈ അധ്യാപനത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തിന് സമാധാനവും हम जब इस तालीम ശാന്തിയും രഞ്ജിപ്പിന്റെയും മാർഗം കാണിച്ചു കൊടുക്കുമ്പോൾ അവര് അനിയന്ത്രിതമായി और आश्ती എല്ലാ സത്പ്രകൃതക്കാരായ മുസ്ലിങ്ങളും ഈ ഒരു വാക്ക് പറയുന്നു. अक्सर ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ വളരെ മനോഹരമായ അധ്യാപനങ്ങളാണ്. ये अल्फाज निकलते हैं. ഈ കാര്യത്തിന്റെ പ്രകടനം इस्लाम की तालीम तो എന്റെ ജർമ്മനിയിലെ ഈ പര്യടനത്തിലും चुनाचे വിവിധ ഫംഗ്ഷനുകളിൽ നടക്കുകയുണ്ടായി. അത് പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ സമയത്തും അതേപോലെ തറക്കല്ലിടൽ കർമ്മത്തിന്റെ സമയത്തും ഉണ്ടായി. ഒരു പള്ളിയുടെ ഉദ്ഘാടന സമയത്ത് ഒരു നഗരം एक मस्जिद की इफ्ताई വോൾഷേർട്ട് में അവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടു. അവിടെ वॉल शर्ट ബാസൽ എന്ന് പറയുന്ന മറ്റൊരു നഗരത്തിൽ നിന്ന് വന്നൊരു ഡോക്ടർ സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ മുഴുവൻ ജീവിതവും वो एक डॉक्टर साहब ഈ ഒരു അന്വേഷണത്തിലാണ് കഴിഞ്ഞുപോയത്. എനിക്ക് സമാധാനം കാംക്ഷികളായ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ലഭിക്കണം. ഇന്ന് എന്റെ ഈ ആഗ്രഹത്തെ നിങ്ങൾ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഞാൻ എന്നെ സ്വയം വളരെയധികം आज आप लोग സൗഭാഗ്യവാനായി മനസ്സിലാക്കുന്നു. ഇന്ന് എനിക്ക് ഇത്തരം ആളുകളെ കാണാൻ സാധിച്ചിരിക്കുന്നു. किस्मत कर महसूस कर रहा हूँ വീണ്ടും कि आज मुझे ये लोग അവിടെ ഇറ്റലിയുമായി ബന്ധപ്പെട്ട फिर ഒരു വനിതയും വന്നിരുന്നു. वहाँ इटली से ताल्लुक रखने वाले തന്റെ സുഹൃത്തിനോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്തു. एक खातून भी आई. അവർ പറയുകയുണ്ടായി, എന്റെ സുഹൃത്ത് ഈ പരിപാടിയിൽ വരുന്നതിന് ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുകയായിരുന്നു. കാരണം ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കുകയും बारे में ഇമാം ജമാഅത്ത് അഹമ്മദിയായുടെ പ്രസംഗം കേൾക്കുകയും में शामिल हो ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തീർച്ചയായും മാറിയിരിക്കുന്നു. ഏതുവരെ എന്നാൽ ഉടനെ തന്നെ തന്റെ ഫോണിൽ തന്റെ ഒരു മുസ്ലിം സുഹൃത്തിനെ മെസ്സേജ് അയക്കുകയുണ്ടായി. പറഞ്ഞു, ഇന്നാണ് എനിക്കറിയാൻ സാധിച്ചത് നിങ്ങളുടെ മതം ഇത്രമാത്രം മനോഹരമാണ് എന്ന്. मैसेज किया कि आज मुझे पता लगा है कि तुम्हारा मजहब ബോസ്നിയയുമായി ബന്ധപ്പെട്ട 3 വലിയ വിദ്യാസമ്പന്നരായ സ്ത്രീകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. അവര് അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇന്നത്തെ പരിപാടി उन्होंने अपने तसरात के ഇന്നത്തെ പ്രയാസകരമായ അവസ്ഥയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു മാർഗദീപമാണ്. मुश्किल हालात में अमन के क़याम के लिए അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗം അതിൽ और इमाम जो സ്നേഹത്തെക്കുറിച്ചും അയൽവാസികളുടെ അവകാശങ്ങൾ നൽകുന്നതിനെ കുറിച്ചും ഉണ്ടായിരുന്നു. മറ്റൊരു അതിഥി मोहब्बत और हमसायों के പറയുകയുണ്ടായി, तकीद की. ഇവിടെ നിങ്ങളുടെ ഈ സദസ്സിൽ നിന്ന് എനിക്കും ചില അനുഗ്രഹങ്ങൾ സ്വരുക്കൂട്ടാൻ സാധിച്ചു. ഇവിടെ വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. ഇന്ന് ഞാൻ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ और यहाँ आना मेरे लिए
തീർച്ചയായും എനിക്ക് വലിയൊരു കാര്യം നിഷേധിക്കപ്പെട്ടതായി തീരുമായിരുന്നു. അഹമ്മദിയ ജമാഅത്ത് മുഖേന എനിക്ക് യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടാൻ സാധിച്ചു. ടിവിയിൽ जमात अहमदिया के जरिए मुझे വെറുപ്പും വിദ്വേഷവും പരത്തുന്ന ഇസ്ലാമിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇവിടെ എനിക്ക് സ്നേഹവും സമാധാനവും മാത്രമാണ് കാണാൻ സാധിച്ചത് എന്ന് മാത്രമല്ല, കേവലം വാക്കുകൊണ്ടുള്ള സ്നേഹവും സമാധാനമല്ല ലഭിച്ചത്, മറിച്ച് കർമ്മരൂപത്തിലുള്ള അത്തരത്തിലുള്ള മനുഷ്യരെ എനിക്കിവിടെ കാണാൻ സാധിക്കുകയുണ്ടായി. ഓരോ അഹമ്മദിയുടെയും तौर पर भी यहाँ ऐसे इंसान मिले വ്യക്തിപരമായ കർമ്മവും പ്രവൃത്തിയും അതും ഒരു നിശബ്ദ തബ്ലീഗാണ്. വീണ്ടും ഒരു അതിഥി वो भी खामोश तबलीग തന്റെ അഭിപ്രായം പ്രകാരം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇന്ന് വരെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് നമ്മൾ ഒരു ദൈവത്തെയാണ് വിശ്വസിക്കുന്നതെന്നാണ്. എന്നാൽ വ്യത്യസ്ത മതങ്ങൾ വിവിധ മാർഗങ്ങളാണ് കാണിച്ചു തന്നിരിക്കുന്നത്. എന്നാൽ എനിക്ക് ഇന്ന് ഇവിടെ അറിഞ്ഞ് വന്നതിന് ശേഷം അറിയാൻ സാധിച്ചു, मुख्तलिफ रास्ते दिखाए എല്ലാ മതങ്ങളും ഒരേ മാർഗമാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം വളരെ മനോഹരമായ രീതിയിൽ ഈ കാര്യം അവതരിപ്പിക്കുകയുണ്ടായി. എനിക്ക് ഈ കാര്യം വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം വളരെ വ്യക്തമായ നിലയിൽ എല്ലാ തീവ്രവാദ മുസ്ലിങ്ങളിൽ നിന്നും ദായിഷിൽ നിന്നും ഒക്കെ തന്നെ വിദൂരപ്പെടുന്ന കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, അവർക്ക് ഇസ്ലാമിക അധ്യാപനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. യാഥാർത്ഥ്യവും ഇത് തന്നെയാണ്. അള്ളാഹുവിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഖേദകരമായ സംഭവം ലോകത്തുണ്ടാകുന്നത്, അതിൽ നിങ്ങളുടെ ഒരു പ്രവർത്തനവും ഇല്ല, നിങ്ങളുടെ ഒരു കുഴപ്പവും ഇല്ല, മറിച്ച് ഈ അധ്യാപനത്തെ തെറ്റായി വിവരിക്കുന്ന ആളുകളുടേതാണ്. का है जो इस तालीम को गलत बयान करते हैं പിന്നീട് പറയുകയുണ്ടായി, നമ്മുടെ എല്ലാവരുടെയും ജോലി फिर कहने लगे സ്നേഹവും സാഹോദര്യവും ത്തിനും എതിരിൽ ആരാണോ നിൽക്കുന്നത് അതിന് എതിരായി നിലകൊള്ളുക. फितने के खिलाफ खड़े हों പറയുകയുണ്ടായി, എനിക്ക് ഈ കാര്യവും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവുകയില്ല എപ്പോഴാണ് അയാൾ കൊല്ലും കൊളയും ചെയ്യുന്നത്. अगर वो कत्ल वारत भी അല്ലെങ്കിൽ ഏതെങ്കിലും നിഷ്കളങ്കനായ ആളെ കൊല്ലുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല എന്നാണ്. कि खुदा पर ईमान को भी कत्ल किया जा रहा है നമ്മുടെ നല്ല അഹമ്മദി കുട്ടികൾ, हमारे പക്വരായ അഹമ്മദി കുട്ടികൾ എപ്രകാരമാണ് किस तरह माहौल पर സാഹചര്യത്തിൽ സ്വാധീനമുണ്ടാക്കുന്നത് അതിന്റെ പ്രകടനവും നമുക്ക് കാണാൻ സാധിച്ചു. അതിഥിയായ ഒരു വനിത പറയുകയുണ്ടായി, തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട്, ഞാൻ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ കുട്ടികൾക്ക് അഹമ്മദി കുട്ടികളുമായിട്ടാണ് സൗഹൃദം. അവർക്ക് എന്നു മുതലാണോ അഹമ്മദി കുട്ടികളുമായി സൗഹൃദം ഉണ്ടായത്, അന്നു മുതൽ അവരിൽ ഒരു നല്ല മാറ്റം ഞാൻ കാണുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിച്ചു നിങ്ങളുടെ അധ്യാപനം എന്താണ് എന്ന്. ഇന്ന് ഇവിടെ വന്നതിന് ശേഷം എനിക്കറിയാൻ സാധിച്ചു, कि आपकी तालीम क्या है എന്റെ കുട്ടികൾ നല്ല കുട്ടികളുടെ കൂടെയാണ്, അവർ സുരക്ഷിതരാണ്. ഈ നിശബ്ദമായ തബ്ലീഗ് और महफूज है। അത് കുട്ടികൾ മുഖേന ഉണ്ടാകുന്നത്. बस ये खामोश तबलीग ഇത് അഹമ്മദി മാതാപിതാക്കളിൽ കൂടുതൽ ഉത്തരവാദിത്വമിടുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ കുട്ടികളുടെ തർബീയത്തിന്റെ നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. का मयार बढ़ाते रहें, എപ്പോഴും അഹമ്മദി കുട്ടികൾ के लिए दुआएं भी करें। മറ്റുള്ളവരിൽ നല്ല സ്വാധീനം ഉണ്ടാക്കുന്നവരായി തീരുന്നതിനു വേണ്ടി, अहमदी बच्चे दूसरों पर സാഹചര്യത്തിന്റെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി. और माहौल ഈ നല്ല സ്വാധീനം തന്നെയാണ് ഭാവിയിൽ ഇൻഷാ അല്ലാഹു തആല യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുക. हकीकी ആ കുട്ടികൾ इस्लाम के पैगाम को फैला മറ്റുള്ളവരുമായി കളിച്ചുകൊണ്ട് വളർന്നു വരുമ്പോൾ वही बच्चे അവർ के साथ खेलते हुए परवान തങ്ങളുടെ അവസ്ഥകളെ ഇസ്ലാമിക അധ്യാപനം അനുസരിച്ചാക്കി തീർക്കുമ്പോൾ को इस्लाम ആ കുട്ടികളിൽ നിന്ന്, അതായത് ढाले रखेंगे तो इंशाअल्लाह ताला ആ മുസ്ലിം കുട്ടികളിൽ നിന്ന് അഹമ്മദിയത്തിൽ जो गैर मुस्लिम बच्चे ചേരുന്നവർ ഒരുപാടുണ്ടാകും. शामिल होने वाले बहुत सारे होंगे। അതുപോലെ തന്നെ ഓക്സ്ബർഗ് എന്ന് പറയുന്ന മറ്റൊരു നഗരമാണ്. അവിടെയും പള്ളിയുടെ ഉദ്ഘാടനം നടന്നു. ऑक्सफोर्ड വലിയ ഒരു നഗരം ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ വന്നിരുന്നു, രാഷ്ട്രീയക്കാരും വന്നിരുന്നു. बड़ा शहर होने की वजह से यहाँ से बहुत पढ़े लिखे लोग भी आए हुए थे, ഒരതിഥി भी आए हुए थे। തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, एक मेहमान ഇത് വളരെ മനോഹരമായ സന്ദേശമാണ് ഇന്ന് എത്തിച്ചിരിക്കുന്നത്. എന്റെ ആഗ്രഹം ഇതാണ്, तीन पैगाम है, നിങ്ങളുടെ ഈ സന്ദേശം ഇസ്ലാമിക ലോകത്തിലെ എല്ലാ ആളുകളിലേക്കും, ഭൂരിഭാഗം ആളുകളിലേക്കും എത്തണം. कोई पैगाम അത് മുഖേനയാണ് ലോകത്ത് സമാധാനം ഉണ്ടാവുക. इससे ज्यादा മുസ്ലിങ്ങളും മുസ്ലിം രാജ്യങ്ങളിലെ ആളുകളും ഇത് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ मुसलमान ममालिक भी റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസന്ധനായ ദാസൻ മുഖേന ഇസ്ലാമിന്റെ നവോത്ഥാനം ഉണ്ടാകും. आशिक सादिक के जरिए അതിൽ जो इस्लाम की नशत सानिया होनी है,
അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹായിയായി തീരുകയാണ്. അതല്ലാതെ തടസ്സമുണ്ടാക്കുകയും ശത്രുത കാണിക്കുകയും എതിർപ്പുണ്ടാക്കുകയും അല്ല ചെയ്യേണ്ടത്. ഒരു ജർമ്മൻ സ്കൂൾ ടീച്ചർ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, एक जर्मन ഞാൻ എന്റെ സ്കൂളിലെ കുട്ടികൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഉള്ള അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം മീഡിയയിൽ എന്തൊക്കെയാണോ വന്നിരുന്നത് അതെല്ലാം തന്നെ ഇസ്ലാമിന് തികച്ചും എതിരായിട്ടുള്ളതായിരുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ इस्लाम की शदीद അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗം കേട്ടതിനു ശേഷം इमाम जमात ഇപ്പോൾ എന്റെ വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. इस्लाम की हकीकी മറ്റൊരു വനിത പറയുകയുണ്ടായി, താങ്കളുടെ ഖലീഫയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് എന്റെ ഹൃദയത്തിൽ വലിയ സ്വാധീനമുണ്ടായി. എനിക്കറിയില്ലായിരുന്നു ഇസ്ലാമിന്റെ അധ്യാപനം ഇത്ര മനോഹരമാണെന്ന്. ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ട് इस्लाम की तालीम എന്റെ ഉള്ളിൽ ഈ ചോദ്യം ഉണ്ടാകുന്നു, ഇത്രമാത്രം മനോഹരമായ അധ്യാപനങ്ങൾ ഉണ്ടായിട്ടും ഇസ്ലാം എന്തുകൊണ്ടാണ് ഇത്ര ദുഷ്പേരുള്ളത്? हसीन तालीम के बावजूद ഞാൻ ദുആ ചെയ്യുന്നു താങ്കളുടെ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിച്ചേരട്ടെ എന്ന്. ഓസ്ബർഗ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ പറയുന്നു, ऑक्सफोर्ड यूनिवर्सिटी അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം എന്താണോ പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സന്ദേശമാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വിജയം ലഭിക്കും. പറയുന്നു, वो अगर वाकई आपका पैगाम है तो आपको बहुत कामयाबी हासिल होगी. कहते हैं कि मैं എഴുതുന്ന ആൾ എഴുതുന്നു, പ്രൊഫസർ സാഹിബ് ഇത്ര അധികം സ്വാധീനിക്കപ്പെടുകയുണ്ടായി. യൂണിവേഴ്സിറ്റിയിൽ ഒരു എക്സിബിഷൻ നടത്താൻ ശുപാർശ ചെയ്തു. ജമാഅത്ത് പബ്ലിക്കിൽ കൂടുതൽ പ്രസിദ്ധി ആർജിക്കുന്നതിന് വേണ്ടി, എല്ലാ സന്ദേശം കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി. में ज्यादा नुमाया हो. മറ്റൊരു അതിഥി പറയുകയുണ്ടായി, ഇന്ന് നമുക്ക് 2 വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. में 2 मज़ामीन बताए हैं जिनकी आज हमें सबको बहुत ज़रूरत है. ദീനി ദൃഷ്ടിയോടുകൂടിയല്ല മറിച്ച് ഭൗതികമായ നിലയിലും ना सिर्फ ലോകത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പറഞ്ഞു തരികയുണ്ടായി. के दुनिया വീണ്ടും പറയുകയുണ്ടായി, मसाइल के हल बयान किए. ഈ കാര്യം വളരെ ശരിയാണ്. അഥവാ നമ്മൾ തുറന്ന നിലയിൽ പരസ്പരം സമാധാനത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കുകയാണ് എങ്കിൽ ആശങ്കകൾ ഇല്ലാതായിത്തീരും. कि अगर हम खुलकर और मिलजुल कर मोहब्बत और वफादारी से रहेंगे तो तहफ़्फ़ुज़ात ख़त्म हो जाएंगे. മറ്റൊരു അതിഥി പറയുകയുണ്ടായി, ഞാൻ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ലോകം മുഴുവൻ ഇസ്ലാമിനെ കുറിച്ച് ഇതാണ് പറയുന്നത്. ഇസ്ലാം തീവ്രവാദത്തിന്റെ അധ്യാപനമാണ് നൽകുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ അതിനെതിരിൽ സമാധാനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. दुनिया भर में इस्लाम के बारे में यही बताया जाता है कि वो नफरत की ഒരതിഥി പറയുകയുണ്ടായി, यहाँ पर मुसलमान इसके बरक्स अमन के बारे में बातचीत कर रहे हैं. പ്രസംഗത്തിലെ ഈ കാര്യം എന്റെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. एक मेहमान ने कहा ഇസ്ലാം സമത്വത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു. ഈ ജമാഅത്തുമായി ഞാൻ ആദ്യമായിട്ടാണ് ബന്ധപ്പെടുന്നത്. വളരെ നല്ല ഇതും സമാധാനപൂർവമായ ഒരു സദസ്സായിരുന്നു. അതുകൊണ്ട് താല്പര്യം വർദ്ധിച്ചു ഇരിക്കുന്നു. നിങ്ങളുടെ പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് വരെ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്റർനെറ്റിലും നിങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. और अब कोशिश कर ഒരു വനിതയായ ഡോക്ടർ പറഞ്ഞു, और इंटरनेट पर भी आपके बारे में मज़ीद ഈ പ്രസംഗം എന്നെ വളരെയധികം സ്വാധീനിച്ചു. एक डॉक्टर खातून ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ സ്വാധീനിക്കുന്ന പ്രസംഗമായിരുന്നു. പ്രത്യേകിച്ച് സമാധാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശം. അഥവാ നമ്മളിൽ ഓരോരുത്തരും അവരുടെ അയൽവാസികളെ बिलखुसूस ശ്രദ്ധിക്കുന്നവരായി തീരുകയാണെങ്കിൽ ഏതുപോലെയാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ പറയുന്നത്, ലോകം വളരെയധികം മനോഹരമായി തീരും. മറ്റൊരു വനിത പറയുകയുണ്ടായി, तो दुनिया कहीं ज़्यादा हसीन हो जाए. അയൽവാസികളുടെ അവകാശങ്ങളെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. അത് പ്രത്യേകമായ നിലയിൽ നല്ലതായി തോന്നി. की तरफ तो जो दिलाई ഇതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകം മുമ്പത്തേക്കാൾ സമാധാന സമ്പൂർണമായ നിലയിലായിത്തീരും. पर भी अमल പോലീസുമായി ബന്ധപ്പെട്ട ഒരു അതിഥി തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ ഈ സദസ്സ് താങ്കളുടെ ഈ സന്ദേശം എന്നെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. അഥവാ നിങ്ങൾ ഈ വിധത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം ഓരോ സ്ഥലത്തും നൽകുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിജയം ലഭിക്കുന്നതായിരിക്കും. अगर आप लोग इसी तरह ഞാനൊരു പോലീസുകാരനാണ്. जगह जगह देते रहे ഇത്ര വ്യവസ്ഥാപിതമായ സംവിധാനം മറ്റെവിടെയും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ സംഘാടനത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. इंतजाम और റോൺ ഹൈമിൽ പള്ളിക്ക് തറക്കല്ലിട്ട സ്ഥലത്ത് ഒരു അതിഥി പറയുന്നു, ഞങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് ഒരു സ്വന്തമാണെന്ന് തോന്നലുണ്ടായി. എനിക്ക് ക്രിസ്ത്യാനികളുടെയും ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അവിടെ ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്വന്തമാണെന്ന് തോന്നലുണ്ടായില്ല. बहुत अपनायत महसूस हुई है. ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. ഒരു ക്രിസ്ത്യാനി ഈ കാര്യം അംഗീകരിക്കുന്നത്, महसूस नहीं हुई. ക്രിസ്ത്യാനികൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്.
നമ്മുടെ യുവാക്കൾ बस एक ईसाई का इस बात കൂടുതൽ ഈ കാര്യത്തിൽ അവർക്ക് ദൃഢവിശ്വാസം ഉണ്ടാകണം. कि ईसाइयों को आपसे बहुत कुछ सीखना चाहिए, ഒരു വിധത്തിലുള്ള ലജ്ജയുടെയും ആവശ്യമില്ല. बड़ी बात है। തങ്ങളെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്ന കാര്യത്തിൽ. മറിച്ച് തുറന്ന നിലയിൽ ഇസ്ലാമിന്റെ അധ്യാപനം ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. और की जरूरत नहीं, മറ്റൊരു അതിഥി अपने आप को छुपाने की जरूरत മാർഹൈനിൽ എവിടെയാണ് മസ്ജിദിന് തറക്കല്ലിട്ടത് हकीकी तालीम പറയുന്നു. दुनिया को बताना चाहिए। കാലത്തിന്റെ ഖലീഫ വളരെ സ്വാധീനമുണ്ടാക്കുന്ന തരത്തിൽ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ സമാധാന സമ്പൂർണമായ അധ്യാപനം വ്യക്തമാക്കി പറഞ്ഞു തരികയുണ്ടായി. ഒരതിഥി പറയുകയുണ്ടായി, ഞാൻ ആദ്യമായിട്ടാണ് ജമാഅത്തിന്റെ പരിപാടിയിൽ വരുന്നത്. എനിക്ക് തോന്നുന്നത് ജമാഅത്ത് റോൺഹൈനിൽ അതിന്റെ സ്ഥലമുണ്ടാക്കിയെന്നാണ്. നിങ്ങളുടെ പള്ളി എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതിനെ എനിക്ക് കാണുന്നതിന് വേണ്ടി. मुझे लगता है कि ഒന്നുകിൽ എതിർപ്പാണ്, അല്ലെങ്കിൽ हाइम में अपनी जगह बना, സന്ദേശം എത്തുമ്പോൾ अब मुझे इंतजार है कि जल्द आपकी मस्जिद ഈ കാത്തിരിപ്പാണുള്ളത്. പള്ളി എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. देखूं। या तो मुखालफतें होती हैं ഒരതിഥി या फिर വന്നു. पहुंचता है, तो फिर ये इंतजार സമാധാനത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും ചില ആശങ്കകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യമുണ്ടായിരുന്നു, एक मेहमान താങ്കളുടെ ഖലീഫ സമാധാനത്തിന് വേണ്ടി എന്ത് ശ്രമമാണ് നടത്തുന്നത്? എന്റെ പ്രസംഗം കേട്ടപ്പോൾ से बाज तहफ़्फ़ुज़ात थे, അദ്ദേഹം പറഞ്ഞു, और ये भी उनका सवाल था कि आपका खलीफा अमन के लिए क्या कोशिश करता है। എന്റെ ഉള്ളിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. എന്റെ എല്ലാ ആശങ്കകളും ദൂരീകരിക്കപ്പെട്ടു. പറഞ്ഞു, कि इन सब बातों को जो मेरे നിങ്ങൾ സമാധാനത്തിന്റെ അംബാസിഡർമാരാണ്. और मेरे सब എല്ലാ മുസ്ലിങ്ങളും ഇതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. और कहने लगे അദ്ദേഹം ഇതുകൂടി പറയുകയുണ്ടായി, ഞാൻ എന്റെ വൃത്തത്തിൽ अमन के सफीर हैं। എന്റെ പരിധിയിൽ നിങ്ങളുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ പരിപൂർണമായും പരിശ്രമിക്കുന്നതായിരിക്കും. और फिर ये भी उन्होंने कहा ഒരു സിറിയൻ സുഹൃത്ത് തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഭയമുണ്ടായിരുന്നു. ये पैगाम फैलाने में ആ മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ വന്നുകൊണ്ട് അപകടം ഉണ്ടാക്കും. എന്നാൽ सीरियन दोस्त ने अपने तसरात का इजहार करते हुए कहा कि मुझे इस बात का डर था എന്നിട്ട് പറഞ്ഞു, कि गैर मुस्लिम अहबाब എന്നാൽ നിങ്ങൾ മറ്റു മുസ്ലിങ്ങളെക്കാൾ വളരെ ഉന്നതമായ നിലയിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. എന്നിട്ട് ഇതുകൂടെ പറഞ്ഞു, कहने लगे कि आप അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം ഇന്ന് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ സമർപ്പിച്ചു. ഇത് അഹമ്മദികളുടെ ആദ്യത്തെ പരിപാടിയാണ്, ഞാൻ പങ്കെടുത്ത ആദ്യത്തെ പരിപാടിയാണ്. ഇനി ഞാൻ കൂടുതൽ അറിവ് കരസ്ഥമാക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ഞാനും ഒരു ദിവസം ബയ്യത്ത് ചെയ്ത് ഈ ജമാഅത്തിൽ പ്രവേശിക്കും. ഇവിടെ വരുന്നതിന് മുമ്പ് പറയുകയാണ്, ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ കേട്ടിരുന്നത് मैं शामिल हुआ, അഹമ്മദികളുടെ ഖുർആൻ മറ്റൊന്നാണ് എന്ന്. എന്നാൽ എന്റെ മുന്നിൽ ഇന്ന് ആ കാര്യം തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. शामिल हो जाऊं। यहाँ आने से മറ്റൊരു അതിഥി पहले मैंने सुना था कि अहमदियों का कुरान और है, लेकिन आज ये പറയുന്നു, गलत साबित हो गई। ഒരു അഹമ്മദിയ പരിപാടിയിൽ പങ്കെടുക്കാൻ ലഭിച്ച ആദ്യത്തെ അവസരമായിരുന്നു. മുമ്പ് ജമാഅത്തിനെ കുറിച്ച് കൂടുതൽ അറിയുമായിരുന്നില്ല. പള്ളികൾ कहते हैं അധിക സമയം തീവ്രവാദവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. എന്നാൽ ഇന്നാണ് അറിയാൻ സാധിച്ചത് ഇതിന് യാഥാർത്ഥ്യമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഇവിടെ ഒരു പള്ളി ഉണ്ടാകാൻ പോവുകയാണ്. ഈ പള്ളി സമാധാനത്തിന്റെ ഗേഹമായി മാറും. किया जाता है, मगर आज मालूम हुआ है ഒരു വനിത പറയുകയുണ്ടായി, मैं बहुत ആദ്യമായിട്ടാണ് ജമാഅത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വളരെയധികം സമാധാനമായ അന്തരീക്ഷമാണ്. വിവരിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ശാന്തിയെക്കുറിച്ചുമാണ്. शामिल हो रही हूँ। ഇത് മുഖേന ഞാൻ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. और മാർബർഗ് ഒരു നഗരമാണ്. किया गया है അവിടെ പള്ളിക്ക് തറക്കല്ലിട്ടു. അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്ത और उन लोगों से ഒരതിഥി ഒരു വനിത പറയുകയുണ്ടായി, मार्बर्ग അയൽവാസികളുടെ അവകാശങ്ങളെക്കുറിച്ച് बुनियाद रखा गया। നൽകിയ സന്ദേശം എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്റെ ആഗ്രഹമാണ് ഈ അധ്യാപനം ക്രിസ്ത്യാനികളും സ്വായത്തമാക്കണം. हमसायों के हुकूक से മറ്റൊരു അതിഥി പറഞ്ഞു, पैगाम ने मुझे बहुत मुतासर किया। സ്ത്രീകളുടെ സ്ഥാനം സമർപ്പിച്ചിരിക്കുന്നത് मेरी ख्वाहिश है कि ईसाइयत भी താങ്കളുടെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നതും അങ്ങേറ്റം മനോഹരമായിട്ടുള്ളതാണ്. फिर एक और मेहमान ने कहा നിങ്ങളുടെ അടുത്ത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെ സ്ഥാനവും അവകാശവും ഉള്ള ആ സമത്വം, അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. तालीम है। ലോർഡ് മേയർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, औरत का मुकाम ഖേദം ഈ കാര്യത്തിലാണ്. है
മുസ്ലിങ്ങളിൽ ഇത്രയധികം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ മറുപടി ആയിക്കൊണ്ട് തെളിവുകൾ നൽകേണ്ടതായി വരുന്നു. എന്നാൽ പാശ്ചാത്യ ലോകത്ത് ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഏതെങ്കിലും അക്രമപരമായ കാര്യം ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നോർവേയിൽ ഒരു കൊലയാളി ക്രിസ്തുമതത്തിന്റെ പേരിൽ കൊലപാതകം നടത്തിയപ്പോൾ ഇത് മതത്തിന്റെ കുറ്റമാണ് എന്ന് ഒരാളും പറഞ്ഞില്ല. മറ്റൊരു അതിഥി മിസ്സിസ് ജൂലിയ പറയുന്നു, വളരെ നല്ല നിലയിൽ നടന്ന ഈ പരിപാടിയിൽ പ്രസംഗത്തിന്റെ ഈ പോയിന്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അഥവാ മനുഷ്യരോടുള്ള കടമ നിറവേറ്റുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഇബാദത്തിന് എന്തർത്ഥമാണുള്ളത്? ഇവിടെ വരുന്നതിന് മുമ്പ് ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ ചിന്ത ഇസ്ലാം മൗലികവാദികളുടെയും സങ്കുചിത ചിന്താഗതിക്കാരുടേതുമാണ് എന്നാണ്. എന്നാൽ ഇന്നത്തെ ഈ കാര്യം ഇസ്ലാമിന്റെ സമാധാനവും സ്നേഹത്തോടും കൂടിയുള്ള അധ്യാപനം എന്നെ വളരെയധികം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. മറ്റൊരു വനിത പറയുന്നു, ഇന്നത്തെ ഈ ചരിത്രപരമായ ഘട്ടത്തിൽ ഈ സന്ദേശം ആകാശത്ത് ഒരു വിളക്ക് പോലെയാണ്. മനുഷ്യത്വത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ എന്റെ കണ്ണുകളെ നിറച്ചു കളഞ്ഞു. മറ്റൊരു സഹോദരൻ മാൽബർഗിൽ നിന്ന് തന്നെ പറയുന്നു, പ്രസംഗത്തിന്റെ ഈ ഭാഗം എന്നെ വളരെയധികം സ്വാധീനിച്ചു. അതിൽ ഇസ്ലാമിന്റെ മത സമത്വത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു മതത്തെക്കുറിച്ചും എനിക്കറിയുകയില്ല ഏതെന്നിനാണ് ഇത്തരത്തിലുള്ള അധ്യാപനം ഉള്ളത്. മറ്റ് മതങ്ങളെല്ലാം തന്നെ തങ്ങളുടെ മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. മറ്റു മതങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുക പോലും ചെയ്യുന്നില്ല. മറ്റൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ മാൽബർഗ് നഗരത്തിലേത് പറയുന്നു, ഞാനൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അയൽവാസികളോടുള്ള സഹാനുഭൂതി വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അത് ഇസ്ലാമിക അധ്യാപനങ്ങൾ നൽകുന്നതാണ്. മേയറുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് പറഞ്ഞു, ഏതെല്ലാം കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്, എന്റെ ആഗ്രഹം ഏതൊന്നായിരുന്നു, അതെല്ലാം തന്നെ ഇന്നിവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ പ്രായമുള്ള അതിഥി പറഞ്ഞു, ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു 6:30 മണിക്ക് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോകും. എന്നാൽ പ്രസംഗം ഹെഡ്ഫോൺ വെച്ച് കേൾക്കാൻ തുടങ്ങി. പ്രസംഗത്തിനിടയ്ക്ക് തന്നെ പറഞ്ഞു, സമയമായി, ഞാൻ പോവുകയാണ്. പിന്നീട് ചിന്ത വന്നു, പിന്നീട് കുറച്ചു നേരം ഇരുന്നു. അങ്ങനെ മുഴുവൻ പ്രസംഗം കേട്ടതിന് ശേഷമാണ് പോയത്. ചില സമയത്ത് അങ്ങനെയും സംഭവിക്കാറുണ്ട്, അല്ല അധികവും അങ്ങനെയാണ്. നമ്മൾ വളരെ കുറച്ചാണ് പരിശ്രമം നടത്തുന്നത്. അള്ളാഹു നിർബന്ധപൂർവം ചില ആളുകൾക്ക് സന്ദേശം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഒരുപാട് ആളുകൾ അത്തരക്കാരുണ്ടായിരുന്നു. ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. ഇതുപോലെ തന്നെ ഫിൻലാൻഡിൽ നിന്ന് ബന്ധമുള്ള ഒരു വനിത തന്റെ 9 വയസ്സുള്ള മകനോട് ഇതിൽ പങ്കെടുത്തിരുന്നു. ഞാൻ എന്റെ ചെറിയ മകനെ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവന്റെ ചെവിയിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്നാണ്. നിങ്ങൾ സമർപ്പിച്ച ഈ അധ്യാപനങ്ങളിൽ നിന്ന് കുറച്ച് പഠിക്കണം. അങ്ങനെ അവൻ ദൈവത്തിന്റെ നല്ല അസ്തിത്വമായി മാറണം. പറയുന്നു, ഞാൻ പ്രസംഗത്താൽ വളരെ സ്വാധീനിക്കപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം. മറ്റെല്ലാ മുസ്ലിങ്ങൾക്കും ഇവരുടെ പിന്നാലെ പോകേണ്ടതാണ്. പ്രത്യേകിച്ച് സമത്വത്തെക്കുറിച്ചും മനുഷ്യരുടെ അവകാശത്തെക്കുറിച്ചും ഇസ്ലാമിക അധ്യാപനങ്ങൾ സമർപ്പിച്ചത് എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. നിങ്ങളുടെ ഈ സന്ദേശം, ഈ അധ്യാപനം ഒരിക്കലും തെറ്റാവുകയില്ല. വീണ്ടും പറഞ്ഞു, ഇപ്പോൾ എന്റെ ആഗ്രഹം ഇതാണ്, നിങ്ങളുടെ ജമാഅത്തിൽ ആരെങ്കിലും, ഇമാമോ മറ്റാരെങ്കിലും എന്റെ 9 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. ഇവൻ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും നല്ല പ്രകൃതക്കാരനായി തീരാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം സ്വാധീനം ഉണ്ടാകുന്നു. ഇത് മനുഷ്യന്റെ പ്രവർത്തനമാണോ? നിശ്ചയമായും അല്ല. നിശ്ചയമായും അള്ളാഹു ഇവരുടെ പ്രകൃതത്തിൽ ഈ മാറ്റം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പ്രയോജനം എടുക്കുക, എന്നിട്ട് അത്തരം ആളുകളെ അള്ളാഹുമായി ഈ സമീപത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുക. അതിനു മുമ്പ് ആദ്യം നാം സ്വയം നമ്മെ നോക്കേണ്ടതായിട്ട് വരും. നമ്മൾ അള്ളാഹുവിലേക്ക് സാമീപ്യം കരസ്ഥമാക്കുന്നതിന് കൂടുതലായി ശ്രമിക്കുക. ഒരു വനിത പറഞ്ഞു,
देखना होगा कि हम भी അയൽവാസികളെ കുറിച്ചുള്ള ഇസ്ലാമിക അധ്യാപനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. एक खातून ക്രിസ്ത്യാനി ആയിക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ അടുത്തും ഇത്തരത്തിലുള്ള സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ. വീണ്ടും പറയുന്നു, इस्लाम की तालीम मुझे बड़ी अच्छी लगी. ഒരു വനിത ഉണ്ടായിരുന്നു. कहती हैं कि സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ഏതു വിധത്തിലാണോ ഇമാം ജമാഅത്ത് അഹമ്മദിയ പറഞ്ഞത് फिर ये कहती അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ इमाम जमात ने बयान किया ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനേകം അഭിപ്രായങ്ങളിൽ ഏതാനും ചിലതാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചത്. അതേപോലെ തന്നെ പ്രസ്സിൽ, മീഡിയയിൽ ഇതിന്റെ കവറേജും വളരെയധികം ഉണ്ടായി. और इस तरह के तसुरात थे. മസ്ജിദ് ബൈത്തുൽ ആഫിയത്തിന്റെ ഉദ്ഘാടന സമയത്ത് ഒരു TV ചാനൽ, 2 പത്രങ്ങൾ इन चीज़ों की കവറേജ് ചെയ്തു. और मस्जिद बैतुल आफिया 22 ചാനലുകൾ, അതിൽ നാഷണൽ TV ചാനലും ഉണ്ട്. और 2 अखबारात ने ബൈത്തുൽ ആഫിയത്തിന്റെ ഉദ്ഘാടന സമയത്ത് कवरेज അതിനെ കാണുന്ന ആളുകൾ, പ്രത്യേകിച്ച് വാർത്ത കാണുന്ന ആളുകൾ പറയുന്നത് 22 ലക്ഷം वो नेशनल അല്ലെങ്കിൽ 23 ലക്ഷം ആളുകളുണ്ടെന്നാണ്. बैतुल आफिया അതുപോലെ തന്നെ कहते हैं कि उसको देखने वाले लोग और खबरें सुनने वाले खास മസ്ജിദ് ബൈത്തുൽ നസീർ ഓക്സ്ബർഗ് അതിന്റെ ഉദ്ഘാടന സമയത്ത് 3 ടെലിവിഷൻ ചാനലും 3 റേഡിയോ ചാനലും 18 പത്രങ്ങളും मस्जिद बैतुल नसीर പ്രസിദ്ധീകരിച്ചു. ऑसबर्ग ഈ റേഡിയോ ചാനലും പത്രങ്ങളും മുഖേന 3 टेलीविजन चैनल 3 കോടിയിലധികം ആളുകളിലേക്ക് ഉദ്ഘാടനത്തിന്റെ സന്ദേശം എത്തി, ഇസ്ലാമിന്റെ സന്ദേശം എത്തി. और इन പിന്നീട് ജർമ്മനിയിലെ 2 നഗരങ്ങൾ ബോയൻബർഗ് और ഹാൻബർഗിൽ പള്ളിക്ക് തറക്കല്ലിട്ടു. मस्जिद की और पैगाम पहुंचा इस्लाम. ഇവിടെയും TV ചാനലും 22 പത്രങ്ങളും रोइनहाइम और मारबर्ग में കവറേജ് നൽകി. साजिद के संग बुनियाद रखे गए. TV ചാനലും പത്രങ്ങളും മുഖേന ഈ പള്ളിയുടെ തറക്കല്ലിടൽ കർമ്മത്തിന്റെ വാർത്ത ഏകദേശം 2 കോടി ജനങ്ങളിലേക്ക് എത്തി. ने कवरेज दी और टीवी चैनल अखबारात के जरिए इन मसाजिद के संग പള്ളിയുടെ ഏകദേശം 2 करोड़ अफराद तक पहुंची. മൊത്തത്തിലുള്ള കവറേജ് എന്ന് പറയുന്നത്, मसाजिद പത്രവാർത്തകളുടെ എണ്ണം എന്ന് പറയുന്നത് 54 मीडिया कवरेज जो है मुख्तलिफ टीवी और रेडियो चैनल्स और अखबारात जिनकी तादाद 54 बनती है, इनमें 136 खबरें शाया हुई और मीडिया के ഏകദേശം लिए 2 കോടി ജനങ്ങളിലേക്ക് എത്തുകയുണ്ടായി. 39 मिलियन अफराद तक पैगाम पहुंचा. പള്ളി अल्लाह ताला മസ്ജിദിന്റെ മൊത്തത്തിലുള്ള മീഡിയ കവറേജ് എന്ന് പറയുന്നത് जमात का तबलीग का शोबा काफ़ी फ़ाल है, വിവിധ TV, റേഡിയോ ചാനലും പത്രവും കൂട്ടി അത് ഏകദേശം 54 कर रही हैं. അതിൽ 136 വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. के पैगाम दौरान साथ മീഡിയയുടെ ഈ വാർത്ത മുഖേന ഒരു ഊഹമനുസരിച്ച് इसकी वजह से मुखालफत भी हो रही है वहाँ. और 39 മില്യൺ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തുകയുണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ लेकिन हमने तो ജർമ്മനിയുടെ തബ്ലീഗിന്റെ വകുപ്പ് വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. दौरे पे जाता हूँ तो जिस मुल्क में അവരുടെ സന്ദേശം उस मुल्क के कुछ हालात बयान कर देता हूँ. അതും മില്യൺ കണക്കിന് സന്ദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എതിർപ്പും കൂടി കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ഈസ്റ്റ് ജർമ്മനിയിൽ. और यहाँ क्योंकि എന്നാൽ खासतौर पर നമ്മൾ അതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹു തആല. ये बयान भी नहीं किया जाता, इसलिए शायद ഞാൻ പര്യടനത്തിൽ പോകുമ്പോൾ ഏതൊരു രാജ്യത്താണോ പോകുന്നത് यहाँ काम नहीं. ആ രാജ്യത്തിലെ ചില അവസ്ഥകൾ ഞാൻ വിവരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ UK യിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ मुख्तलिफ तंजीमें भी कर रही हैं, जमात का तबलीग പ്രത്യേകിച്ച് भी कर रहा है अल्लाह के फजल से. പര്യടനം ഉണ്ടാകാറില്ല, അതുകൊണ്ട് അത് പറയാറും ഇല്ല. അതുകൊണ്ട് हज़रत मुस्लिम की किताब ചിലർക്ക് ഒരുപക്ഷെ ചിന്ത ഉണ്ടാകും ഇവിടെ പ്രവർത്തനമൊന്നുമില്ല എന്ന്. മറിച്ച് ഇവിടെയും അതേപോലെ തന്നെ की ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം तकसीम की गई. എത്തിക്കുന്ന വിവിധ സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ इसमें अंसारुल्लाह ने बड़ा काम किया है. പ്രത്യേകിച്ച് ഹസരത്ത് മുസ്ലിം മൗദിന്റെ ഗ്രന്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇംഗ്ലീഷിൽ ലൈഫ് ഓഫ് മുഹമ്മദ് എന്നുള്ളത്, അത് UK യിലാണ് ഏറ്റവും കൂടുതൽ അത് इस्लाम का तारुफ വിതരണം ചെയ്തിട്ടുള്ളത്. यहाँ के जो मुख्तलिफ जमात ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. उनके जरिए അതിൽ അൻസാറുള്ള വളരെ വലിയ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ यहाँ के अहमदी UK के अहमदी വളരെ വിശാലമായ നിലയിൽ ഇവിടെ അത് വ്യാപിപ്പിക്കുകയുണ്ടായി. ജമാഅത്തിന്റെ പരിചയം അത് മുഖേന ഉണ്ടായി. എന്നാൽ ലോകത്തിൽ തന്നെ ഇസ്ലാമിന്റെ പരിചയം ഇവിടുത്തെ
ജമാഅത്തിന്റെ ചില കേന്ദ്ര ഫംഗ്ഷൻ മുഖേനയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് लेकिन अल्लाह ताला के फजल से यहाँ भी ഇവിടുത്തെ അഹമ്മദികൾ पीस कॉन्फ्रेंस हुई है जो पिछले दिनों पिछले महीने मार्च में മറ്റ് സ്ഥലങ്ങളിലെ बड़े उसी पैमाने പ്രവർത്തനങ്ങൾ അസൂയയോടുകൂടി നോക്കുമ്പോൾ ഇവിടെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഇവിടുത്തെ അഹമ്മദികൾ വിചാരിക്കരുത്. यहाँ പ്രത്യേകിച്ച് ഈ പരിപാടികളിലൊന്നും തന്നെ പങ്കെടുക്കാത്ത ആളുകൾ വിചാരിക്കും വളരെ പിന്നിലാണ് എന്ന്. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെയും നല്ല പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ കഴിഞ്ഞ മാർച്ചിൽ നടന്ന പീസ് കോൺഫറൻസ് അതിലും വളരെ വിശാലമായ നിലയിൽ UK എന്ന് മാത്രമല്ല മറിച്ച് മുഴുവൻ ലോകത്തും ഇസ്ലാമിന്റെ സന്ദേശം എത്തുകയുണ്ടായി. ഇവിടെ जिसकी आज के माशरे में जरूरत है, ചില അഭിപ്രായങ്ങൾ പറയുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത് മുമ്പ് പറഞ്ഞിട്ടില്ല. जो इमाम जमात ഒരു ചർച്ചിലെ വാർഡൻ पेश करके बयान ഉണ്ടായിരുന്നു. कि मुख्तलिफ मज़ाहब के पैरों അവരിവിടെ വന്നിരുന്നു. मुश्तरक बातों पर ഈ പീസ് സിംബോസിയത്തിൽ അവർ പറഞ്ഞു, ऐसी चीज है വളരെ താല്പര്യമുണ്ടാകുന്ന വളരെ മഹത്തായ സന്ദേശമായിരുന്നു, ഐക്യത്തെക്കുറിച്ചുള്ള സന്ദേശമായിരുന്നു. അത് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമുള്ളതാണ്. എനിക്ക് ഈ കാര്യം വളരെയധികം ഇഷ്ടപ്പെട്ടു. इबादत का ये मफहूम भी मुझे बहुत पसंद അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമ് വിശുദ്ധ ഖുർആനിലെ ആയത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വിവിധ മതത്തിലെ ആളുകൾക്ക് പരസ്പരം ഒന്നിച്ചുള്ള കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഈ കാര്യം എന്ന് പറയുന്നത് വളരെ സാധ്യമായിട്ടുള്ള ഒന്നാണ്. है। वह कहती हैं ഇതിൽ അന്യമതസ്ഥരെയും വിളിക്കാൻ സാധിക്കുന്നതാണ്. എനിക്ക് ഇന്നാണ് ഇസ്ലാമിന്റെയും ക്രിസ്തുമതത്തിലുമുള്ള ഒന്നിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇബാദത്തിന്റെ കാര്യത്തെക്കുറിച്ചും എനിക്ക് മനസ്സിലായി. मुझे ये बात भी എന്നാൽ 5 നേരം നമസ്കാരം അനിവാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സൃഷ്ടികളുള്ള സേവനമില്ല എങ്കിൽ ഇബാദത്ത് കൊണ്ട് പ്രയോജനവും ഇല്ല. और वादे किया, ഒരു നേഴ്സ് ഉണ്ടായിരുന്ന ഫിയോണ സാഹിബ പറയുന്നു, इन्होंने सिर्फ सवाल ही नहीं അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം കാണിച്ചു തരികയുണ്ടായി, मिसाल के तौर ഇസ്ലാം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തൊരു മതമാണ്. തീവ്രവാദികൾ തെറ്റായ രീതിയിൽ ഇസ്ലാമിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഈ കാര്യം വളരെ ഇഷ്ടപ്പെട്ടു. पर बताया അദ്ദേഹം തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ലണ്ടനിൽ ഉണ്ടായ തീവ്രവാദ പ്രവർത്തനത്തെ അപലപിച്ചു, വ്യക്തമാക്കുകയുണ്ടായി. ഈ ആക്രമണത്തിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം കേവലം ചോദ്യം ഉന്നയിക്കുകയല്ല ചെയ്തത്, മറിച്ച് അതിന് പരിഹാരവും പറയുകയുണ്ടായി. ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞു, में दहशतगर्दी का ആയുധങ്ങളുടെ കച്ചവടത്തെ കുറിച്ച് പറയുകയുണ്ടായി. वजह इस्लाम ഇതും നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. നമ്മൾ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് जो एक अमन पसंद मजहब के पीछे छुपता है, പ്രവർത്തിക്കേണ്ടതാണ്. पर ये साबित हो गया മറ്റൊരു സഹോദരൻ വന്നിരുന്നു, एक पागल आदमी പറഞ്ഞു, और हकीकी मुसलमान ഇന്നാണ് അറിയാൻ സാധിച്ചത്, കഴിഞ്ഞ ദിവസം के खलीफा ने വെസ്റ്റ് മിനിസ്റ്ററിൽ ഉണ്ടായ തീവ്രവാദ ആക്രമണം അതിനുള്ള കാരണം ഇസ്ലാം അല്ല എന്ന്, മറിച്ച് ഇതൊരു വ്യക്തിയുടെ പ്രവൃത്തിയായിരുന്നു. मुझे ये बात भी ഒരു സമാധാന കംശയ മതത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുകയാണ്. ഇന്നത് അറിയാൻ സാധിച്ചു. बल्कि कल को भी ആ തീവ്രവാദി ഒരു ഭ്രാന്തനായിരുന്നു. അയാൾ യഥാർത്ഥ മുസ്ലിം ആയിരുന്നില്ല. പറയുന്നു, हमें जो हमें ഖലീഫ വളരെ വ്യക്തമായ രീതിയിൽ പറയുകയുണ്ടായി, എല്ലാവിധത്തിലുള്ള തീവ്രവാദവും തെറ്റാണ്. फिर एक जीपी और വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കുകയുണ്ടായി. किताब मैंने सुना, എനിക്ക് ഈ കാര്യം വളരെ ഇഷ്ടപ്പെട്ടു. राह दिखाने वाला അദ്ദേഹം പറയുകയുണ്ടായി, जिसने दिखाया कि നാം ഇന്ന് മാത്രമല്ല നോക്കേണ്ടത്, നാളെ കുറിച്ചും ചിന്തിക്കേണ്ടതാണ്. फिर कहते हैं അതുപോലെ തന്നെ നമ്മൾ മതിലുകൾ ഉണ്ടാക്കരുത്, के मुतल्लिक വിഭജിക്കുന്ന മതിലുകൾ ഉണ്ടാക്കരുത്, മറിച്ച് നമ്മൾ യോജിപ്പിക്കുന്ന പാലമാണ് ഉണ്ടാക്കേണ്ടത്. हम एक दूसरे के मुख्तलिफ ഒരു GPO ചർച്ചിന്റെ ലീഡർ ഉണ്ട്. അദ്ദേഹം പറയുന്നു, ആ പ്രസംഗം ഞാൻ കേട്ടു, അത് വഴി കാണിക്കുന്ന ഒരു പ്രകാശം പോലെയാണ്. അത് ഇസ്ലാം ഒരു മഹത്തായ സമാധാനത്തിന്റെ മതമാണ് എന്ന് കാണിച്ചു തന്നു. വീണ്ടും പറയുന്നു, कहती हैं मैं एक दफा ചർച്ചകൾ പുരോഗമിപ്പിക്കേണ്ടതിനെ കുറിച്ചുള്ള സന്ദേശം വളരെ ശരിയായിരുന്നു. ശത്രുത വളർത്തുന്നതിന് പകരം പരസ്പരമുള്ള ചിന്തകളെ സഹിഷ്ണുതയോടുകൂടി കാണണം. അദ്ദേഹം തികച്ചും ശരിയാണ് പറഞ്ഞത്. ഇന്നത്തെ ലോകത്ത് സഹിഷ്ണുത കുറഞ്ഞു വരികയാണ്. ഒരു കമ്പനിയുടെ ഡയറക്ടർ और मुसलमानों पर नहीं डालना चाहिए। വന്നിരുന്നു, വനിതയായിരുന്നു. പറയുന്നു, से मसाइल ഞാൻ ഒരിക്കൽ നിങ്ങളുടെ 4ാം ഖലീഫയുമായി കണ്ടുമുട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ജമാഅത്തിനെ കുറിച്ച് എനിക്ക് അല്പസ്വല്പം അറിയാം. ഇന്നും ഞാൻ വന്നു. पसंद आई, ഇന്ന് ഞാൻ കേട്ട പ്രസംഗം അത് ആവശ്യമുള്ളതായിരുന്നു. കാരണം खत्म हो जाते हैं। ഞങ്ങളോട് പറയുകയുണ്ടായി, इसके फवायद को എല്ലാ കാര്യത്തിനുള്ള ആരോപണവും ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളുടെ പേരിലും ഇടരുത്. കാരണം ഇന്ന് बात को हमारी हुकूमत इस बात ലോകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ സ്വയം ഉണ്ടാക്കിയതാണ്. അതായത് പാശ്ചാത്യ രാജ്യങ്ങൾ. के मुतालिक ആയുധങ്ങളുടെ കച്ചവടത്തെക്കുറിച്ചും ഖലീഫ പറയുകയുണ്ടായി. ആ കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം ഇല്ലാതായി തീരുന്നതാണ്. ബിസിനസിന്റെ പ്രയോജനത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മുടെ ഹുക്കൂമത്ത് നോട്ട് ചെയ്യും എന്നാണ്. ലോകത്തിന്റെ ഭാവിക്ക് വേണ്ടി कि आजकल അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ बहुत ज्यादा बिगड़ती വാക്കുകളും അദ്ദേഹത്തിന്റെ ദ്വായും കേട്ട് ഞാൻ വികാരപരിതയായി. बड़ी ताकत നമ്മൾ നല്ലൊരു ലോകത്തെ ഉപേക്ഷിച്ചു പോകുന്നവരായിരിക്കണം.
അതോടൊപ്പം അദ്ദേഹം ഈ കാര്യത്തിൽ വ്യാകുലനും കൂടിയായിരുന്നു. നമുക്ക് പിന്നിൽ അംഗവൈകല്യമുള്ള കുട്ടികളെ ഉപേക്ഷിച്ചു പോകുന്നവരായി തീരുമോ? ഇവിടെ ഞാൻ ജമാഅത്തിനെയും ഉണർത്തുകയാണ്. ഇന്ന് ലോകത്തിലെ അവസ്ഥ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ദുആയുടെ ആവശ്യമുണ്ട്. വൻ ശക്തികളും ചെറിയ രാജ്യങ്ങളും യുദ്ധഭ്രാന്തന്മാരായി ഇരിക്കുകയാണ്. മുമ്പ് വളരെ സദ്ഭാവനയിലായിരുന്നു ഇവരുടെ ലീഡർമാരും രാഷ്ട്രീയക്കാരും ചിന്തകരും. ലോകമഹായുദ്ധം വളരെ ദൂരെയാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അവരും പറയുന്നു ഈ സാധ്യത തള്ളിക്കളയാൻ സാധ്യമല്ല, മറിച്ച് യുദ്ധത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് യുദ്ധത്തിൽ അമേരിക്കയുടെയും കൊറിയയുടെയും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. ചൈന അതിന്റെ റോൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പരസ്പരം ഇവർ ആറ്റോമിക് യുദ്ധത്തിന്റെ ഭീഷണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ മുസ്ലിം രാജ്യങ്ങളിലും അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും ഇവിടെയും ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യുദ്ധത്തിന്റെ മൈതാനം വിശാലമായിക്കൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഇവർക്ക് അള്ളാഹു ബുദ്ധി നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ഒരിക്കൽ ഖലീഫത്തുൽ മസീഹ് റാബി പറയുകയുണ്ടായി, ആറ്റമി യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഹോമിയോ മരുന്ന് പറയുകയുണ്ടായി. അതും ഉപയോഗിക്കേണ്ടതാണ്. ആദ്യം ഒരു മരുന്ന്, പിന്നെ അതിനുശേഷം ഒരു മരുന്ന്. അത് കാർസിനോസിനും റേഡിയം ബ്രോമൈഡുമാണ്. അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായം കൂടി പറയാം. പോർച്ചുഗലിലെ ഒരു പ്രൊഫസർ ഡോക്ടർ പോളോ മോറസ് പറയുന്നു, ഇന്ന് താങ്കളുടെ വാക്കുകൾ കേട്ടതിനു ശേഷം നീതിയും സമാധാനവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇതിന് ഒരർത്ഥമാണുള്ളത്, ഒന്നില്ലാതെ മറ്റൊന്ന് കരസ്ഥമാക്കാൻ സാധ്യമല്ല. പറയുന്നു, ലോകത്ത് നീതിയുടെ കുറവുണ്ട്, അതുകൊണ്ട് സമാധാനം ഇല്ല. മുസ്ലിങ്ങളെ തീവ്രവാദത്തിന്റെയും യുദ്ധത്തിനും ഉത്തരവാദികളാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് നമ്മൾ അതിന്റെ അടിവേരിൽ എത്തുമ്പോൾ അത് ലോകത്ത് നീതിയില്ല എന്ന് കാണാൻ സാധിക്കും. എനിക്ക് സന്തോഷമുണ്ട്, അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം ഇസ്ലാമോഫോബിയെ കുറിച്ച് സംസാരിച്ചു. ഇതിനെ ആളുകൾ അവഗണിക്കുന്നു, എന്നാൽ ഇതിൽ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ കാര്യം ശരിയാണ്. നമ്മൾ തീയിൽ ഒരിക്കലും പെട്രോൾ ഒഴിക്കരുത്. പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം പരിഹസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പോർട്ടുഗലിലെ കാത്തോലിക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പറയുന്നു, എനിക്ക് ഈ കാര്യം വളരെയധികം ഇഷ്ടപ്പെട്ടു. കാലത്തിന്റെ ഖലീഫയുടെ വാക്കുകൾ തെളിവിൽ അധിഷ്ഠിതമായിരുന്നു. അദ്ദേഹം ഖുർആന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. അദ്ദേഹം ഭൗതിക കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എല്ലാവിധ തിന്മകളുടെയും അടിസ്ഥാനം ഇസ്ലാമിനെ പറയാൻ സാധ്യമല്ല. എനിക്ക് ഈ കാര്യം ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇന്നത്തോടൊപ്പം നാളെ കുറിച്ച് കൂടി ചിന്തിക്കണം. ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞു, ഈ സന്ദേശം വളരെ മനോഹരമായിരുന്നു, ആത്മാർത്ഥപൂർണമായിരുന്നു. യുദ്ധം വളരെ അടുത്ത് കാണാൻ സാധിക്കുന്നു. പറയുന്നു, ഒരുപക്ഷെ ആ യുദ്ധത്തെ നമുക്ക് തടയാൻ സാധിക്കും, ഇതുപോലെ നമ്മൾ ആ കഴിഞ്ഞ 70 വർഷമായി സാധിക്കുന്നു. പക്ഷേ എന്നാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മൾ ആഗോള ബന്ധത്തിൽ നീതി നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ട്. ഈ സന്ദേശമാണ് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഞാൻ സമർപ്പിച്ച ഈ ഏതാനും ഉദ്ധരണികൾ, അതല്ലെങ്കിൽ ഇതിൽ ഏകദേശം 600ഓളം ആളുകൾ വന്നിരുന്നു. എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ മീഡിയ കവറേജും വളരെ അധികം ഉണ്ടായിരുന്നു. SSO പ്രസ്, ഏഷ്യ നെറ്റ്വർക്ക്, ന്യൂസ്, സ്റ്റേറ്റ്സ്മാൻ മാഗസിൻ, ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഉണ്ട്, സൺഡേ ടൈം, ABC, അർജന്റീനയുടെ മീഡിയ ആണ്, ERT ടെലിവിഷൻ ഗ്രീസിലേതാണ്, 365 ഐസ്ലൻഡിലെ നാഷണൽ ടെലിവിഷൻ, സൗത്ത് വെസ്റ്റ് ടെലിവിഷൻ, ഒരുപാട് പ്രസ്സും ഉണ്ടായിരുന്നു. ഏകദേശം 20-21. ഇതുകൂടാതെ ഫ്രീലാൻസ്, പുറത്തു പോയി കൊണ്ടുള്ള വാർത്ത മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന, അതിൽ ഓസ്ട്രേലിയയുടെ നാഷണൽ TV ഉണ്ടായിരുന്നു. 8 മിനിറ്റ് റിപ്പോർട്ട് നൽകുകയുണ്ടായി. ഗ്രീസിലെ നാഷണൽ TV ഉണ്ടായിരുന്നു, അവരും റിപ്പോർട്ട് നൽകി. ഐസ്ലാൻഡിലെ പേപ്പറിൽ ഉണ്ടായി, ഇന്ത്യ ടുഡേ, TV4, ഇറ്റലി ന്യൂസ് പേപ്പർ ഇത് പ്രസിദ്ധീകരിച്ചു. അർജന്റീന നാഷണൽ ന്യൂസ് പേപ്പർ, ലാറ്റിൻ അമേരിക്കൻ ന്യൂസ്
പേപ്പർ ഇത് പ്രസിദ്ധീകരിച്ചു. സ്പെയിനിലെ 2 പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഇങ്ങനെ ഏകദേശം 9 മില്യണിൽ അധികം ആളുകളിലേക്ക് സന്ദേശം എത്തി. പുറം രാജ്യങ്ങളിലേക്ക് ഈ സന്ദേശം എത്തി. അതിൽ പോർച്ചുഗലിലും ഈ സന്ദേശം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അങ്ങനെ വിശാലമായ നിലയിൽ ഇവിടുത്തെ പീസ് കോൺഫറൻസും सोशल मीडिया के जरिए से भी 3.8 मिलियन की कवरेज हुई. ഇത് മുഖേന ഇസ്ലാമിൻ സന്ദേശത്തെ കുറിച്ച് ലോകത്തിന് അറിയാൻ സാധിച്ചു. സോഷ്യൽ മീഡിയ മുഖേന 0.1 മില്യന്റെ കവറേജ് നടക്കുകയുണ്ടായി. ഏകദേശം 10-11 പുറത്തുനിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ജമാഅത്തിന്റെ സന്ദേശം പ്രചരിക്കുന്നതനുസരിച്ച് നമ്മുടെ എതിർപ്പും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ എതിർപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അൾജീരിയയിൽ കഴിഞ്ഞ ഏതാനും മാസമായി വളരെയധികം എതിർപ്പാണുള്ളത്. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ദുആക്ക് വേണ്ടി പറഞ്ഞിരുന്നു. അൾജീരിയയിൽ 24-ാം തീയതി ഒരു സെമിനാർ ഉണ്ടായിരുന്നു. മുൻ മന്ത്രി അഹമ്മദിയ ജമാഅത്തോട് അഭിപ്രായം പറയുക, അത് ഞാൻ സെമിനാറിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഒന്നാമതായി ഇവര് ജമാഅത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി സെമിനാർ വെച്ചത്. പിന്നീട് അതിന്റെ പേര് അവര് അതല്ല, ജമാഅത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ല, മറിച്ച് തീരുമാനമെടുത്തു. ജമാഅത്തിനെതിരിലാണ് പ്രസംഗങ്ങൾ ഉണ്ടായത്. അഹമ്മദിയ ജമാഅത്ത്, അത് കാദിയാനിയത്ത്, അത് ബ്രിട്ടീഷ് ഗവൺമെന്റിനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഇത് പഴയ വലിച്ചുവെച്ച ആരോപണം തന്നെയാണിത്. നമ്മുടെ അഭിപ്രായം അത് വായിച്ചു കേൾപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അത് പറഞ്ഞാളോട് പറഞ്ഞു, മുമ്പ് നിങ്ങൾ ജമാഅത്തിനെതിരിൽ പറഞ്ഞ ആളാണ്, ഇപ്പൊ എന്തിനാണ് നിങ്ങൾ ജമാഅത്തിന്റെ കുറിച്ച് പറയുന്നത് എന്ന് പറയുകയുണ്ടായി. ഏതായിരുന്നാലും പ്രസിനോട് സംസാരിച്ചപ്പോൾ അത് വിദേശ പ്രസ്സായിരുന്നു. അഹമ്മദിയ ജമാഅത്ത് വളരെ നല്ലതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവർ മുസ്ലിങ്ങളാണ്, അവർക്കെതിരെ ഒരു അക്രമം നടക്കുന്നില്ല. ഏതാനും ചില ആളുകൾ രാജ്യത്തിനെതിരിൽ സംസാരിക്കുന്നവരാണ്, അവർക്കെതിരെയാണ് ഞങ്ങൾ നടപടിയെടുത്തിട്ടുള്ളത്. എന്നാൽ അവരുടെ പ്രസ് അവരുടെ മുന്നിൽ വന്നപ്പോൾ പറഞ്ഞു, മുസ്ലിങ്ങളല്ല അഹമ്മദികൾ, ഇവര് ദായിഷുമായി കൂടിച്ചേർന്നവരാണ്, അക്രമം ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ ഈ എതിർപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സലഫികൾ കാരണം. ഒരു ഭാഗത്ത് ഇത് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു. ഇത് കാരണം അവിടുത്തെ ആളുകൾ ഇത് തന്നെയാണ് പറയുന്നത്. അൾജീരിയയിലെ ആളുകൾ പ്രസ് മുഖേനയും ജമാഅത്തിന്റെ പരിചയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ ജമാഅത്തിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എവിടെയാണോ സന്ദേശം എത്തിക്കാൻ സാധിക്കാതിരുന്നത് അവിടെ നമ്മുടെ എതിരാളികൾ സന്ദേശം എത്തിച്ചിരിക്കുന്നു. ഏതായിരുന്നാലും ഒരു ഭാഗത്ത് ലോകം ഇസ്ലാമിന്റെ അധ്യാപനത്താൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ജമാഅത്ത് അഹമ്മദിയ പ്രചരിപ്പിക്കുന്നതാണ്. ഇതും അവർ പ്രകടിപ്പിക്കുന്നു. ക്രിസ്തു മതവും ഇതിൽ നിന്ന് പഠിക്കണം എന്ന്. എന്നാൽ മറുഭാഗത്ത് മുസ്ലിം രാജ്യങ്ങളാണുള്ളത്. അവരിൽ നിന്ന് എതിർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് അൾജീരിയയിൽ തീവ്രവാദം വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ തന്നെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ അഹമ്മദിയത്തിനെതിരിൽ എവിടെയാണോ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ അഹമ്മദികൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു എല്ലാവരെയും സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് അൾജീരിയയിലെയും അഹമ്മദികൾ, അവരധികം പഴയ അഹമ്മദികളല്ല. അള്ളാഹു അവർക്ക് സ്ഥിരചിത്തത നൽകുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളെ പെട്ടെന്ന് ദൂരീകരിക്കുമാറാകട്ടെ. अल्लाह ताला उन्हें सबात कदम भी अता फरमाए और उनकी मुश्किलात को जल्द दूर भी फरमाए. अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना. मन यहदिहिल्लाहु फला मुदिल्ल लहु
ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر